ഒരാളെ പറ്റിക്കുകയാണെന്നുള്ളത് നല്ല ബോധ്യത്തോട് കൂടിയിട്ട് ഒരാളെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷമമുള്ള കാര്യമല്ലേ. അറിഞ്ഞുകൊണ്ട് അറിയാതെ പറ്റിക്കണതും അറിഞ്ഞു പറ്റിക്കണതും രണ്ടാണ്. നമ്മൾ അറിയാതെ പോയിട്ട് ഒരു കുടുക്കിൽ പെടുന്നതും മറ്റത് അറിഞ്ഞുകൊണ്ട് ഒരാളെ പറ്റിക്കണതും വലിയ ചതിയല്ലേ. പൊന്നാര സുഹൃത്തുക്കളെ, നമ്മൾ അറിയണ നമ്മളൊരു കൂട്ടുകാരനല്ല, നമ്മൾ എപ്പോഴും ഇങ്ങനെ പോകുമ്പോൾ കാണുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കാര്യം അന്ന് ആലോചിക്കുമ്പോൾ സങ്കടം തോന്നുന്നു. 3 പെൺകുട്ടികളാണ്. ആ മൂന്നാമത്തെ മോളെ കല്യാണം കഴിച്ച്, മൂന്നാമത്തെ മോളെ കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിളിച്ച് എല്ലാ കുടുംബത്തിൽ നല്ല വലിയ കല്യാണം ആക്കിയിട്ട് നല്ല ഉഷാറാക്കിയിട്ട് എല്ലാ ഭംഗിയോട് കൂടിയിട്ട് നടത്തി കൊടുത്ത് 4-5 മാസമായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പൊ പറയണ ആ ചെക്കനക്ക് വേറൊരു പെണ്ണിനായിട്ട് ബന്ധമുണ്ട്, ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചെക്കപ്പ പറയണതെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കാൻ നിങ്ങൾ. ആ 2 കുടുംബത്തിന്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കണേ. ആ പെൺകുട്ടിന്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കണേ. ആ പെൺകുട്ടി 5 മാസം 6 മാസമായിട്ടായിന്ന് പറഞ്ഞു. ആ 5 മാസത്തിന്റെ ഇടയിലും 6 മാസത്തിന്റെ ഇടയിലും ആ കുട്ടി സന്തോഷത്തോട് കൂടിയിട്ട് ഇരുന്നിട്ടില്ലേ. കുട്ടി നല്ല രസമുള്ള കുട്ടി, കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയാണല്ലോ. എന്നിട്ട് എന്താ പറയാ, ഇപ്പൊ ആ ചെക്കൻക്ക് ആ പെൺകുട്ടിനെ വേണ്ട, മറ്റേ പെൺകുട്ടിനെ മദീന പറഞ്ഞത്. അറിഞ്ഞുകൊണ്ട് പറ്റിച്ചതല്ലേ. ആ കുട്ടിന്റെ ഭാവി നഷ്ടപ്പെട്ടില്ലേ. ഒരു പ്രവാസി എന്ന നിലയിൽ ഞാനൊക്കെ ഒരു പ്രവാസിയാണ്. ഒരു മോളെ കല്യാണം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കയ്യിൽ പൈസ ഉണ്ടായിട്ട് നടത്തണല്ല. ഇന്നത്തെ കാലത്ത് കല്യാണം മറ്റുള്ളവർക്ക് നോക്കിയിട്ട് കല്യാണം ചെയ്യാണ് എല്ലാവരും. അപ്പൊ അവിടെ ചെയ്തതിനെക്കാട്ടും കൂടുതൽ ഭംഗിയിൽ എൻ്റെ മോളെ കല്യാണം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കടവും കള്ളിയും വാങ്ങിയിട്ടാണ് എല്ലാവരും നടത്തുന്നത്. ആരും പൈസ എടുത്ത് വെച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല. അതുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഒരു മോളെ കല്യാണം കഴിഞ്ഞാൽ എന്തായാലും ആ വാപ്പാക്ക് നല്ലൊരു ബാധ്യത ഉണ്ടാവും. അതിപ്പോ സ്വർണം കൊടുത്താലും സ്വർണം കൊടുത്തില്ലെങ്കിൽ എങ്ങനായാലും അന്നാന്ന് നയിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും കടങ്ങൾ ഉണ്ടാവും, ഇല്ലാതിരിക്കൂലല്ലോ. എന്നിട്ട് ആ ഒരു സാധുവിനെ പറ്റിച്ചില്ല ജി. ആ സാധുവിനെ ആ പെൺകുട്ടിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കാണ്. ഒന്ന് ആരോടാ പറയല്ലേ. അപ്പൊ അറിഞ്ഞുകൊണ്ട് ആ ചെക്കൻ പറ്റിച്ചതല്ലേ. എന്താ അപ്പൊ നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ പേടിച്ചിട്ട് പലപ്പം മാതാപിതാക്കളോട് പറഞ്ഞില്ല എന്നേക്കാം. ഇനിയിപ്പോ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ്ട് ചിലപ്പോൾ മറക്കാൻ ശ്രമിക്കും. ആ ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രമാത്രം വലിയ ബന്ധമാണെന്നുണ്ടെങ്കിലും നല്ലൊരു സ്നേഹമുള്ള ഒരു ഭർത്താവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതങ്ങനെ മറക്കാനാണ് ശ്രമിക്കുക ആ പെൺകുട്ടി. പക്ഷെ ഈ ചെക്കൻ ചെയ്തത് നോക്കാണ് നിങ്ങൾ. അപ്പൊ എനിക്ക് പറയാനുള്ള എന്താ പറയുക, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തുറന്ന് വീട്ടുകാരോട് പറയാ. സമ്മതിക്കുകയാണെങ്കിൽ കല്യാണം കഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിന് നിൽക്കും ചെയ്യരുത്. ഇത് ആ വീട്ടുകാരോട് പറയാതെ ആ പെൺകുട്ടീനെ പച്ചക്കാണ്ട് പറ്റിച്ച്. ആ സാധു എന്താ പറയാ, ഒരുപാട് പ്രയാസത്തിലാണ്. ഒരുപാട് കേട്ടപ്പോ നമുക്ക് തന്നെ വിഷമം. ഞാനൊരു പ്രവാസിയാണ്, ഞാനൊരു ഉപ്പയാണ്, എനിക്കും മക്കളൊക്കെ ഉണ്ട്. നാളെ എന്റെ മക്കളെ ഗതി കൊടുക്കാൻ എന്താണെന്നൊന്നും പറയാൻ കഴിയൂല. നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത ഒരു ജീവിതത്തിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കല്യാണം നടത്തുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ബാധ്യത എന്തായാലും ആവൂലേ. ഇത് കേട്ടപ്പോ ഒരു വിഷമം തോന്നി. അപ്പൊ ആർക്കും ഇങ്ങനത്തെ ഒരു ഗതി വരാതിരിക്കട്ടെ, മക്കൾക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് പഠിച്ചോണ്ട് വിനീതമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. മക്കൾ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടുകാരോട് തുറന്നു പറയാം, മറ്റുള്ളവരെ പറ്റിക്കാൻ നിൽക്കരുത്. ആ പെൺകുട്ടിന്റെ ശാപം എന്നും എനിക്ക് ഉണ്ടാവും.